ഹലോ അരുൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് എങ്ങനെ കേരള ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കേരള ട്രാഫിക് മോഡിനകത്തുള്ളതെന്നുള്ളത്. സോ മെയിനായിട്ട് നമ്മുടെ ട്രാഫിക്കൊക്കെ ചേഞ്ചായി നമ്മുടെ നാട്ടിലത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജെറ്റ് ബസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അൺലിമിറ്റഡ് മണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നമുക്കധികം പറയുന്നതില്ല, ഡയറക്റ്റ് ട്യൂട്ടോറിയലിലേക്ക് പോവാം. സോ അതിന് തന്നെ നിങ്ങൾക്ക് വേണ്ട 2 ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് കേരള ബസ് മോഡ് ലിവറി ആപ്പ്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പ് വെർഷനിലാണ് തന്നെയാണ് നോക്കുക. അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്യുക. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെഡ് ആർച്ചീവർ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നമ്മുടെ സിപ്പ് ഫയൽസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, സെഡ് ആർച്ചീവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. കേരള ബസ് മോഡ് ലിവറി ആപ്പ് ഓപ്പൺ ചെയ്യാം. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള ബസ് മോഡ് ലിവറി ആപ്പിൽ നമ്മുടെ ടീം KBCൻ്റെ ട്രാഫിക് മോഡാണ് ഉള്ളത്, KBC കണ്ണൂരിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാഫിക് മോഡിൻ്റെ സെക്ഷനിൽ എടുക്കുക. ട്രാഫിക് മോഡ് സെക്ഷനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ട്രാഫിക്സ് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ട്രാഫിക് മോഡ് വെർഷൻ 4.4.1 എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. സോ ഇത് മെയിനായിട്ടൊരു 1 GB ഫയലാണ്. 1.14 GB ആണ് സൈസ് എന്ന് പറയുന്നത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രീമിയം ആയതുകൊണ്ട് ചെറിയൊരു ആഡ്സ് കാണുക. ആഡ്സ് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരിക്കും. അത് അങ്ങനെ തന്നെ ആഡ് ക്ലോസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആഡ് വരുന്നില്ല എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് നമുക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം, അതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1 GB മുകളിലൊരു ഫയലായതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ടൈം എടുക്കും. സോ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. മാക്സിമം വൈഫൈയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഒരിക്കലും ലോ നെറ്റ്വർക്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഫെയിൽ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ മാക്സിമം എൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈഫൈ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡുണ്ട്. ഏകദേശം 2-3 MB/s ഒക്കെ നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് 5G നെറ്റ്വർക്കൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നതായിരിക്കും. സോ മാക്സിമം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു നെറ്റ്വർക്കിൽ എൻ്റെ വൈഫൈ ആയിട്ട് പോലും ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ടാണ് വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും സൈസ് ഉണ്ട്, 1 GB മുകളിൽ ഫയലാണ്. സോ ഈ ഫയലിനുള്ളിൽ 2 APK കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും ഒരു സൈസ് വന്നത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഈ ഡൗൺലോഡ് ഞാൻ തൽക്കാലം ഫിനിഷ് ചെയ്യുന്നിടം വരെ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്. ഓക്കെ, ഡൗൺലോഡ് ഇപ്പോൾ നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോവാം. സോ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫയൽ മാനേജറിനകത്ത് ഡൗൺലോഡ്, അതായത് ഡൗൺലോഡ് ഫോൾഡർ, അതിനകത്ത് ട്രാഫിക് മോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഈ ട്രാഫിക് മോഡിനകത്ത് നിങ്ങൾക്ക് ഒരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ അവിടെ തന്നെ ഉണ്ട്. സോ നമുക്കിത് ഡൗൺലോഡ് സക്സസ് ആണ്. നമുക്കിനി നേരെ നമ്മുടെ സെഡ് ആർച്ചീവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് ഓപ്പൺ ചെയ്യാം. സെഡ് ആർച്ചീവർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് പോകുന്നു, ട്രാഫിക് മോഡിനകത്ത് പോകുന്നു. ട്രാഫിക് മോഡിനകത്ത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് എന്ന് പറഞ്ഞ സിപ്പ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പെർസെൻറ്റേജ് എക്സ്ട്രാക്റ്റ് ആകുന്നതിൻ്റെ പെർസെൻറ്റേജ്. സോ ഇതൊരു മാക്സിമം ഒരു 10 സെക്കൻഡിനുള്ളിൽ എക്സ്ട്രാക്റ്റ് ആകുന്നതായിരിക്കും. എക്സ്ട്രാക്റ്റ് ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൾഡറായിട്ട് വരുന്നതായിരിക്കും. ഒരു ഫോൾഡർ കേരള ട്രാഫിക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറായിട്ട് വരുന്ന കാണുന്നതാണ്. ഓക്കെ, ഈ ഫോൾഡർ നമുക്ക് ഇതിൻ്റെ ഇപ്പം ഇനി സെഡ് ആർച്ചീവറിന് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മൾ സെഡ് ആർച്ചീവർ ക്ലോസ് ചെയ്യുകയാണ്. സോ സെഡ് ആർച്ചീവർ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽ മാനേജറിൽ വരിക. ഫയൽ മാനേജറിനകത്ത് വീണ്ടും എന്താ പറയുക, നമ്മുടെ ഡൗൺലോഡ് ട്രാഫിക് മോഡ്. അപ്പോൾ ഇത് കണ്ടോ, കേരള ട്രാഫിക് മോഡ് പാക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടോ. ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനകത്തപ്പം മാപ്പ് APK എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, മാപ്പ് APK. ആ മാപ്പ് APK എന്ന് പറഞ്ഞ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാപ്പ് APK എന്ന് പറഞ്ഞ സാധനം ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ആദ്യം തന്നെ ആ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ അൺഇൻസ്റ്റാൾ ചെയ്തു. അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഫയൽ മാനേജറിൽ വന്ന് ഇവിടെ
നമ്മളിപ്പോൾ ഇവിടെ തന്നെ എടുത്തിരിക്കുകയാണ്. സോ നമ്മൾ മാപ്പ് APK ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, മാപ്പ് APK ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഫയൽ അതെല്ലാം അലോ ചെയ്യുക, എല്ലാ പെർമിഷൻസും അലോ ചെയ്യുക. ജസ്റ്റ് നമുക്കൊന്നുമില്ല, തന്നെ ആപ്പ് കട്ടാവും, ലൈക്ക് ക്ലോസ് ആയി പോവും. ആപ്പ് ക്ലോസ് ആകുന്ന സമയത്ത് നമ്മളൊന്നുകൊണ്ടും പിന്നീട് ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകുന്നതാണ്. ഇത് നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഒരുപാട് മാപ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മോഡ് APK വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. സോ പിന്നെ നമുക്ക് അത് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ വെക്കുക. ഇൻസ്റ്റാളർ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് APK, അതായത് മോഡ് APK എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. മോഡ് APK അടുത്തത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുക. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫയൽ മാനേജർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സെഡ് ആർച്ചിവറിൽ വരുന്നു. സെഡ് ആർച്ചിവറിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഡൗൺലോഡ് ഫോൾഡർ, അതിനുള്ളിൽ നമ്മുടെ കേരള ട്രാഫിക്കിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. OBB എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. OBB എന്ന് പറഞ്ഞ ഫോൾഡർ. OBB നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യല്ല, ഞങ്ങൾ കോപ്പി ചെയ്യണം കേട്ടോ. ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മൾ നേരെ എന്ത് ചെയ്യണം, ആൻഡ്രോയിഡ് OBB എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. OBB എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമ്മുടെ com.malio. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ബസ് മിലിറ്ററി ഇന്തോനേഷ്യൻ്റെ. അതിനകത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. സോ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ് മിലിറ്ററി ഇന്തോനേഷ്യ ഓപ്പൺ ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ബസ് മിലിറ്ററി ഇന്തോനേഷ്യ ആദ്യം നമ്മൾ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം മോഡ് APK അതിൻ്റെ പുറത്ത് അപ്ഡേറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ OBB കൊണ്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടോ, നമ്മളിവിടെ ഫുള്ളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ജെറ്റ് ബസ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് മണീൻ്റെ എനിക്കിവിടെ അൺലിമിറ്റഡ് മണി വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് മണി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ റിവാർഡ് സെക്ഷനിൽ പോയിട്ട് ഒരു വാച്ച് ആഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ, നമ്മൾ വാച്ച് ചെയ്ത് പൈസ എടുക്കുന്നത്. അതിന് ഇവിടെ ആഡ്സ് ഒന്നും വരത്തില്ല. ആഡ്സൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു APK ആണ്. സോ നമുക്ക് ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സൊക്കെ പർച്ചേസ് ചെയ്യാം. എത്ര മോഡ് വേണമെങ്കിലും ലിവറീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. സോ ഞാനിവിടെ ജെറ്റ് ബസ്സിനൊരു ലിവറീസ് ഒക്കെ ഇടാൻ വേണ്ടി പോവാണ്. സോ ജെറ്റ് ബസ്സിന് അതുപോലെ തന്നെ നമ്മുടെ മാപ്പ് ഡൗൺലോഡറാണോ നമുക്ക് നോക്കാം. മാപ്പ് ഡൗൺലോഡറാണ്. സോ മാപ്പൊക്കെ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ജെറ്റ് ബസ്സിന് ലിവറി കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് ഇതിനകത്ത് നമ്മുടെ എല്ലാം കസ്റ്റമൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണുള്ളത്. മെയിനായിട്ട് ഗെയിമിലേക്ക് ഞാനിപ്പോൾ ഒരു ഫ്രീ മോഡ് എടുത്തിട്ടൊരു ഗെയിം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. മെയിനായിട്ട് ഗെയിമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ എന്താ പറയുക, നമ്മുടെ സ്റ്റിയറിംഗ് വീല് അതുപോലെ തന്നെ എല്ലാ ഐക്കൺസൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈലാൻഡിൻ്റെ എൻജിൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഹോൺസ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ജെറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ട്രാഫിക് മോഡാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വണ്ടികൾ, നമ്മുടെ നാട്ടിലത്തെ സൗണ്ട്, ലൈലാൻഡിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള സൗണ്ടുകളാണ്. സോ അതൊക്കെ നമുക്ക് ഗെയിമിലൊക്കെ വരിക എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യത്തിലാണ്. പിന്നെ എനിക്കിതിനകത്തൊരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ക്ലോസ് ആയി പോകുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വന്നിട്ടുണ്ടോ നോക്കുക. മേ ബി അതെന്തെങ്കിലും ഗെയിമിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങളെന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഫോർ എ ഫൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇപ്പം ഏകദേശം 500 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട്. ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനിയും പുതിയ മോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ മോഡ്സും കാര്യങ്ങളൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഓണത്തിൻ്റെതായിട്ടുള്ള 1-2 മോഡ്സ് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് എല്ലാം നല്ലതായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രാർത്ഥനയും നിങ്ങൾക്ക് എന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.